ആരെയാണ് ആരാധിക്കേണ്ടത്? ആരോടാണ് ആരാധന? അല്ലാഹു പറയുന്നു വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൂറത്ത് ദാരിയാത്ത് 56, 57 വചനങ്ങൾ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചത് മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്കാനാണ്. ആരാ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഈശ്വര വിശ്വാസിയെയും നിരീശ്വരവാദിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൗരയൂഥങ്ങളെയും കാട്ടാറുകളെയും കാനനങ്ങളെയും എല്ലാം സൃഷ്ടിച്ച അണ്ഡകടാഹത്തിന്റെ ജഗതീശ്വരനാരോ അവനാണ് ലോകത്തിന്റെ തമ്പുരാൻ. ഷമ്മാ ഇസ്രായീല അഡോണ എലോഹിൻ അഡോണ യഹ് ഓം അസദോമ ഓം സദേ സമസ്തേ. സർവലോകാശ്രയായ വിശുദ്ധ ഖുർആനും വേദഗ്രന്ഥങ്ങളും ബൈബിളും എല്ലാം പറയുന്നത് ഏകനായ ഒരു ദൈവം എന്നാണ്. അപ്പൊ ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ 715 കോടി മനുഷ്യർക്കും ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെയാണ് അല്ലാഹു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് ഫൽയൻദുരിൽ ഇൻസാനു ഇലാ ത്വആമി ഫൽയൻദുരിൽ ഇൻസാനു ഇലാ ത്വആമി. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് ആപ്പിൾ കടിക്കുമ്പോഴും പപ്പായ തിന്നുമ്പോഴും ഓർത്തിട്ടുണ്ടോ? അതിന്റെ നിറവും ആകൃതിയും ടേസ്റ്റും അതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ? ഒരാൾക്കും പങ്കില്ല. അതുകൊണ്ട് അല്ലാഹ് ചോദിക്കുന്ന നമ്മളോട് ഹാദാ ഖൽഖുല്ലാഹ്. അല്ലാഹ് ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ്, പടച്ചോൻ ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ്, ഒക്കെ ശരിയാണ്. ചോദിക്കട്ടെ, ഒരു മുട്ടുസൂചി ഉയർത്തി വേണ്ട, എന്റെ കൈവിരലിട്ട ഈ മോതിരം ഇത് താനെ ഉണ്ടായതാണ്, എന്റെ കൈവിരലിലേക്ക് താനെ വന്നു ചേർന്നതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ പറയൂ, സ്ഥൂലവും സൂക്ഷ്മമായ ഈ മഹാപ്രപഞ്ചത്തെ, നമ്മുടെ പാൻക്രിയാസിനെ, നമ്മുടെ സെറിബെല്ലത്തെ, നമ്മുടെ ആസ്തികപാലം എന്ന മഹാതലച്ചോറിനെ അത് സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ ആരാണ് എന്ന കാര്യം, ഓരോ അവയവത്തിനനുസരിച്ചും അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിയത് ആരാണ്?